നമസ്കാരം ആഘോഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ മാപ്പുകളായിട്ട് ഇമേജുകൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഓരോ പോർട്ടലിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യില്ലേ. അപ്പോൾ നമുക്കതിൽ നോർമൽ മാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടാറുണ്ട്. ഞാൻ കാണിച്ചു തരാം. ടെക്സ്റ്റേഴ്സിൻ്റെ അകത്ത് ഇതിപ്പോൾ അൺറിയൽ എഞ്ചിൻ്റെ കാര്യത്തിൽ മാത്രമായിട്ട് നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ നോർമൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു എന്താ പറയുക വയലറ്റ് പോലത്തെ ഒരു നീല കളറുള്ള ഈ ഒരു ടൈപ്പിലുള്ള മാപ്പുകൾ ഉണ്ടാവില്ലേ, അതാണ് നോർമൽ മാപ്പുകൾ. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധാരണ ഇത് ഫോട്ടോഷോപ്പിലാണ്. ഭയങ്കര റിസ്ക്കിയാണ്, ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ചെയ്യണം. നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പക്ഷേ അതിനേക്കാൾ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം. ഇത് വിൻഡോസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, മാക്കിൽ വർക്ക് ചെയ്യില്ല. അഥവാ മാക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ പാരലൽ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ക്രോസ് ഓവർ എന്നൊക്കെ പറഞ്ഞ സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വൈൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് വിൻഡോസ് സ്റ്റിമുലേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. അതിന് തന്നെ ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഡിഫ്യൂസ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത് കാണുന്ന ഈ മാപ്പിൻ്റെ ഓ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓയുടെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും ഇമേജ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിന് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓപ്പൺ കൊടുക്കുക. സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് സാധാരണ കാണുന്ന ഒരു മാപ്പ് നമുക്ക് കിട്ടും. ഇതിന് നമുക്ക് മെയിൻ ടെക്സ്ചർ എന്നൊക്കെ പറയാം അല്ലേ. ഇതിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആംഗിളിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല ഒരു ഭംഗിയിലുള്ള ഒരു ഇൻ്റർഫേസ് ആണല്ലേ ഈ ഒരു കൊടുത്തേക്കുന്നത്. കൂടുതൽ ഇതിൽ സെറ്റിങ്സ് ഒന്നും ഇല്ല. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് മാപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അതിൻ്റെ താഴെ ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഹൈറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിത് ഇതിൽ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് നോക്കുക. ഈക്വലൈസറായിട്ടാണ് എടുത്തിരുന്നത്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ പല രീതിയിലുള്ള സെറ്റിങ്സ് കിട്ടും. എന്നാലും അവർ ഡിഫോൾട്ടായിട്ട് തരുന്ന തന്നെ നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഡിഫോൾട്ടായിട്ട് തരുന്ന ഇത് തന്നെ യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി നേരെ താഴെ വന്നിട്ട് സെറ്റ് ആസ് ഹൈറ്റ് മാപ്പ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സെറ്റ് ആയിട്ടോ. അടുത്തത് നോർമൽ മാപ്പാണ്. ജസ്റ്റ് നോർമൽ മാപ്പിന് താഴെ ക്രിയേറ്റ് ചെയ്യാം. നേരത്തെ ചെയ്ത ഇതേപോലെ തന്നെ സെറ്റിങ്സ് ഒക്കെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. സെറ്റ് ആസ് നോർമൽ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ മാപ്പ് ക്രിയേറ്റ് ആയിട്ടോ. അതേപോലെ മെറ്റാലിക്, സ്മൂത്ത് മാപ്പ്, എഡ്ജ്, എയോ ഇങ്ങനത്തെ എല്ലാ മാപ്പുകളും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ച് സെറ്റിങ്സുകളോടൊക്കെ താഴെ കാണുന്നുണ്ട്. നമുക്ക് വലിയ യൂസ്ഫുൾ ഒന്നും ആയിരിക്കില്ല. അതേപോലെ ഇനി ഔട്ട് എടുക്കാൻ വേണ്ടി നമുക്കിവിടെ ഫയൽ ഫോർമാറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് PNG ഉണ്ട്, ടാർഗ ഫയൽ ഉണ്ട്, TIF ഉണ്ട്, പിന്നെ JPG, BMP ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് വേണ്ട ഏത് മാപ്പിലാണോ, ടർഗ ആയിരിക്കും നല്ലല്ലേ. TGA എന്ന് പറയുന്ന ടർഗ മാപ്പ് ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ, ഇതിൽ എസ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടോ, എസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത ശേഷം ക്രിയേറ്റ് ന്യൂ ഫോൾഡർ കൊടുക്കുക. അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കും. അപ്പോൾ ഞാൻ വാൾ എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ വാളിനാണല്ലോ നമ്മൾ ടെക്സ്ചേഴ്സ് ആഡ് ചെയ്യുന്നൊരു ചുമര് പോലെ ഉണ്ടല്ലോ അല്ലേ, ഓൾമോസ്റ്റ് ബ്രിക്ക് വാളാണ്. അപ്പോൾ ഒരു വാളിൻ്റെ കൊടുത്തു, അത് ഓപ്പൺ ചെയ്തു. അവിടെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. വീണ്ടും വാൾ മാപ്പ് എന്നുള്ളൊരു പേര് കൊടുത്ത് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് അവിടേക്ക് സേവ് ആയിട്ടോ. ഇനി അടുത്തത് ഇതേപോലെ തന്നെ എസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പേര് കൊടുക്കാം അല്ലേ. സെയിം ഡയറക്ടറി തന്നെ വന്നിട്ടുണ്ട്, സെയിം ഫോൾഡർ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ സാധാ ഒരു വാളിൻ്റെ മാപ്പ് തന്നെ ആയതുകൊണ്ട് വാൾ മാപ്പ് എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. അടുത്തത് നമുക്ക് നോർമൽ മാപ്പ് ആയതുകൊണ്ട് ഞാൻ ആ പേരിൻ്റെ മുന്നേ എന്നുള്ളൊരു ലെറ്റർ കൊടുക്കുകയാണ്. ഇത് സെയിം തന്നെ എസ് ക്ലിക്ക് ചെയ്യുക. എൻ്റെ എന്നുള്ളൊരു പേര് സ്റ്റാർട്ട് ചെയ്യുക. _ ഇട്ടിട്ട് ഈ വാൾ എന്നുള്ള പേര് തന്നെ കൊടുക്കുക. വാൾ _ മാപ്പ് ഇങ്ങനെ ഒരു പേര് കൊടുത്തിട്ട് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് അൺറിയൽ എഞ്ചിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നേരെ അൺറിയൽ എഞ്ചിനിൽ വന്നിട്ട് അൺറിയൽ എഞ്ചിൻ്റെ കണ്ടന്റ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടേക്ക് ഈ 3 മാപ്പിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. കണ്ടന്റ് ബ്രൗസർ അറിയാലോ, കണ്ടന്റ് ഡ്രോവർ എന്നൊക്കെ പറയുന്നത് അവിടേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവരെ 3 പേരെയും വലിച്ചിട്ട് നേരെ ഈ ഒരു പ്ലെയിനിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. നേരെ ഇവന്മാരെ 3 പേരെ അങ്ങോട്ടേക്ക് വലിച്ചിടുക. അതിൻ്റെ അതിൽ മെയിനായിട്ട് കാണുന്ന മെയിൻ ടെക്സ്ചറിന് എന്ത് ചെയ്യുക, ഇവനാണ് മെയിൻ ടെക്സ്ചർ. ഇവരെ ഞാൻ ബേസ് കളറിലേക്ക് കണക്ട് ചെയ്യുകയാണ്. പിന്നെ നോർമൽ മാപ്പിന് സാധാരണ നോർമലിലേക്കും, പിന്നെ അടുത്ത ഹൈറ്റ് മാപ്പിന് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസേബിൾ ആയതുകൊണ്ട് അവിടേക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ആഡ് ചെയ്യുന്നത് അറിയില്ലെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ പ്രധാന പരിപാടി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ്, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് അല്ലേ. അതൊന്ന് നോക്കാം. അപ്പോൾ അതിനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന അൺറിയൽ എഞ്ചിൻ്റെ വെബ്സൈറ്റ് പേജിൻ്റെ ലിങ്ക് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് എത്തുക. ഇതിൽ അൺറിയൽ എഞ്ചിൻ ബേസിക് എന്നുള്ള ഈ സെക്ഷൻ്റെ അകത്ത് ക്ലിക്ക് ഹിയർ ഫോർ മോർ വീഡിയോസ് ഉണ്ട്, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു പേജിലേക്ക് എത്തുക. ഇതിൽ താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ഫോർ ഡൗൺലോഡ് ആപ്പ് എന്നുണ്ടോ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ തമ്മിലിൻ്റെ താഴെയായിട്ട് എന്നിട്ട് ഈ പേജിൽ മെറ്റീരിയൽസ് എന്നുള്ള പേജിൻ്റെ അകത്ത് വന്ന് ഈ ഒരു ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റ് താഴെയായിട്ട് വന്നിട്ട് പിന്നെ ഈ ഒരു ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആവും. കണ്ടോ, കുറഞ്ഞ സൈസ് എന്തോ ഉള്ളൂ, 25 MB എന്തോ വരുന്ന ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അത് ഇനി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നോക്കാം അല്ലേ. അതിന് മുൻപേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഇമേജ് ലോഡ് ആവാത്തൊരു ഇഷ്യൂ വരും. അപ്പോൾ നിങ്ങൾ അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള ഇനി വേറെ വീഡിയോ തപ്പിപ്പോണ്ട്, അതും കൂടെ പറഞ്ഞു വെച്ചങ്ങ് പോകാം അല്ലേ. ഇതിൽ കണ്ടോ മൈക്രോസോഫ്റ്റ് C++ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ ഇവിടെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇതെല്ലാവരും ചെയ്യേണ്ട, ആർക്കെങ്കിലും ഇമേജ് ലോഡ് ആവാത്തൊരു ഇഷ്യൂ
വരികയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ വിൻഡോസിൻ്റെ പേജിലേക്ക്, അതായത് മൈക്രോസോഫ്റ്റിൻ്റെ പേജിലേക്കാണ് എത്തുക. അവിടെ നമുക്ക് ഡൗൺലോഡ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഫയലുകൾ ഡൗൺലോഡ് ചെയ്യണം. ഈ വിഷ്വൽ ബേസിക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. 2 64 ബിറ്റും അതുപോലെ 32 ബിറ്റില്ല, അത് രണ്ടും ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ ഇതാണ് 2 സോഫ്റ്റ്വെയർ. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ എന്നുണ്ട്, അൺഇൻസ്റ്റാൾ എന്നതിന് വരെ ഇൻസ്റ്റാൾ ആയിരിക്കും, ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഈ 2 സോഫ്റ്റ്വെയർ കേട്ടോ ഇതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നമ്മുടെ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള കാര്യം കൂടെ നോക്കണം അല്ലേ. നമുക്കിങ്ങനെ ആപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ അകത്തായിരിക്കും കിട്ടുക. അത് സിപ്പ് ഫയലായിരിക്കും. അൺസിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ഫയലുകൾ കിട്ടും. അപ്പോൾ നമ്മൾ മെറ്റീരിയലൈസിൻ്റെ അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനില്ല, അത് ഉണ്ടാവും കേട്ടോ. അതിൽ ജസ്റ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ റൺ ദിസ് പ്രോഗ്രാം ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നത് നിർബന്ധമായിട്ടും ടിക്ക് ചെയ്തിട്ട് കേട്ടോ. എന്തെങ്കിലും തരത്തിലുള്ള എറർ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ കൊടുക്കുക, എന്നിട്ട് റൺ ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് C ഡ്രൈവിലേക്ക് എങ്ങോട്ടെങ്കിലും കോപ്പി ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ കോപ്പി ചെയ്ത് വെച്ചും റൺ ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ ജസ്റ്റ് അവിടെ തന്നെ എവിടെയാണോ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചാൽ അവിടെ റൺ ചെയ്ത് പോർട്ടബിൾ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ അല്ലേ. ഇനി ഇതുപോലെ നമുക്ക് ഇവിടെ കുറച്ച് സെറ്റിങ്സ് കൂടെ ഉണ്ട് കേട്ടോ, ഒന്ന് നോക്കുക കേട്ടോ. ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നുള്ള ഇവിടെയൊക്കെ നമുക്ക് ഏതെങ്കിലും മാപ്പുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഹൈറ്റ് മാപ്പോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിൽ കണ്ടോ ഈ പ്രോപ്പർട്ടി മാപ്പായിട്ട് സേവ് ചെയ്യാനും പറ്റും. അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിക്കോട്ടെ എന്ന് കരുതി ആ ഒരു ഭാഗം കൂടെ പറഞ്ഞു എന്നുള്ളൂ. നോക്കുക. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.